ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. ഡ്യൂഡ് ഡയറക്റ്റഡ് ബൈ കീർത്തീശ്വരൻ, സുരാരായ് പോർട്ടറിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. പുള്ളി തന്നെയാണ് ഇതിൻ്റെ ഡയലോഗ്സും സ്ക്രീൻ പ്ലേയും ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി മൂവി. എനിക്ക് ഭയങ്കര ഓളത്തിൽ ഒരു നല്ല ഗ്യാങ്ങിൻ്റെ ഇടയിലായിരുന്നു ഞാനിത് കണ്ടത്. ഒരുപാട് പിള്ളേരുടെ ഇടയിലിരുന്നായിരുന്നു കണ്ടത്. ഒരു രക്ഷയില്ല, നല്ല വൈബ് ഓഡിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പടം ഭയങ്കര വൈബാണ്. ഫസ്റ്റ് ഹാഫ് തീരുന്നത് നമ്മളറിയില്ല. ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ത്രൂ ഔട്ട് കോമഡി ഉണ്ട്. അതങ്ങനെ സ്പീഡിൽ പോവും. അതിൻ്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓണർ കില്ലിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും കോമഡി ആയിട്ട് പറഞ്ഞ ഒരു തമിഴ് സിനിമ കണ്ടിട്ടില്ല. സാധാരണ ഈ ഓണർ കില്ലിംഗ് വരുന്ന ഒരുപാട് സിനിമകൾ ഭയങ്കര ഇൻറ്റൻസ് ആണ്. നമുക്കിത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തല ഒരുമാതിരി ആവും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ. ശരിക്കും അങ്ങനെയാണോ പറയേണ്ടത്, ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിച്ചാൽ എങ്ങനെ പറഞ്ഞാലും തലയ്ക്കകത്ത് കയറിയാൽ മതി. ആർക്കെങ്കിലും ഇതൊരു വെളിച്ചം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. ബട്ട് എനിവേയ്സ്, ആ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്തിരിക്കുന്ന രീതി, ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോവുക, അതിന് ഓരോ സൊല്യൂഷൻ കൊണ്ടുവരിക. ഇപ്പം എടുത്തു പറയേണ്ടതും അല്ലെങ്കിൽ പടത്തിൽ ത്രൂ ഔട്ടുള്ള 3 ക്യാരക്ടേഴ്സാണ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു, ശരത് കുമാർ. പിന്നെ രോഹിണി വരുന്നുണ്ട്, പ്രദീപ് രംഗനാഥൻ്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടർ. പിന്നെ പ്രദീപിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് വരുന്ന ഒരാളുണ്ട്. പിന്നെ ഒരു മലയാളി പയ്യനുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. മേനെ പ്യാർ കിയ അങ്ങനെ എങ്ങാണ്ടോ പറഞ്ഞിട്ട് ഈ അടുത്തൊരു പടവും വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി കുറച്ച് അടി ഇടിയൊക്കെയുള്ള വേറൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. ഈ 2 പടത്തിൻ്റെ പേരും ഞാൻ മറന്നുപോയി. പുള്ളിയും കൊള്ളാം. പ്രദീപിൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നത് ത്രൂ ഔട്ട് ഉണ്ട്. അവരൊക്കെ കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴാണ് ഈ പടത്തിൽ ഇതെങ്ങോട്ട് കൊണ്ടുപോകണം, എവിടെ പിടിച്ച് കെട്ടണം എന്നുള്ള രീതിയിലുള്ള ചെറിയ കൺഫ്യൂഷൻ. അതുകൂടെ എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിയില്ല. കാരണം ഫസ്റ്റ് തൊട്ടേ ഈ ഒരൊറ്റ പ്രശ്നമാണ്. ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇത് എക്സ്റ്റെൻഡ് ആയി പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ത്രൂ ഔട്ട് ഈ ഒരു വിഷയം, ഓണർ കില്ലിങ്ങിൻ്റെ വിഷയം പറയുമ്പോഴും അതിൻ്റെ ത്രെട്ടുടനീളം ആ പടത്തിലുള്ളപ്പോഴും ഇതിൽ വന്നിരിക്കുന്ന വർക്കായിരിക്കുന്ന കോമഡി എല്ലാം തന്നെ വർക്കായിട്ടുണ്ട്. എനിക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന, അതായത് അത്രയും ബ്ലെൻഡാണ്, ആ സിനിമയുമായിട്ട് ബ്ലെൻഡായി പോകുന്നതാണ്. കോമഡിക്ക് വേണ്ടി കോമഡിയല്ല. അപ്പോൾ അത് മൊത്തത്തിൽ വർക്കായിട്ടൊരു ആഘോഷമായി തിയേറ്ററിലിരുന്ന് ചിരിച്ച് വയറ് വേദനിച്ച് അങ്ങനെ കണ്ട് ഇറങ്ങിയ ഒരു സിനിമ. സോ ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ചിനെല്ലാം ഉണ്ട്. പാട്ടുകൾ നല്ല രസമാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു ഇതിനകത്ത് ഹിറ്റായ "വന്ത നാൾ എന്ത" ആ പാട്ടിൻ്റെ പല വേർഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ രജനി മാനറിസം ഉണ്ട്. അത് ഭയങ്കരമാണല്ലേ രജനീകാന്തൻ്റെ ലെജൻഡ് എന്ന് പറയാൻ കാരണം. പുള്ളി എത്ര തലമുറയെ ഇങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രദീപ് രംഗനാഥൻ്റെ ഒരുപാട് സ്റ്റൈൽ, മാനറിസം കാര്യം എല്ലാം രജനീകാന്തിൻ്റെ അതുപോലെയാണ് വന്നിരിക്കുന്നത്. അത് പുള്ളിയുടെ ഒരു ഫ്ലേവറിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആകെ മൊത്തം ഒരു അടിപൊളി വാച്ച്. ദാറ്റ്സ് മൈ റിവ്യൂ ഓൺ ഡ്യൂഡ്.